ഇവിടെ ഒരു 6:40 നോമ്പ് തുറക്കുള്ള സമയമാവുന്നുണ്ട്. ഇന്നത്തെ നോമ്പ് തുറ എന്ന് പറഞ്ഞാൽ സാധാരണ നോമ്പ് തുറയല്ല, രാഷ്ട്രീയമായ ഒരു പ്രാധാന്യ നോമ്പ് തുറ കൂടിയാണ്. നോമ്പ് തുറ കഴിയുമ്പോഴേക്കും അബ്ദുറഹ്മാൻ രണ്ടത്താണി CPM-ൽ ചേരുമോ, LDF സ്ഥാനാർത്ഥിയാമോ അറിയാൻ പറ്റും. നോമ്പ് തുറയുടെ തീരുമാനത്തിന്റെ കൗണ്ട് ഡൗൺ തുടങ്ങി കഴിഞ്ഞു എന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ മണ്ഡലം ചുറ്റും മകളകള് നമ്മുടെ രമേശ് ചെന്നിത്തലയുടെ വണ്ടി കയറി. അപ്പൊ നമ്മുടെ ആരൊക്കെ മകളകളാ മണ്ഡലം ചുറ്റുന്ന? പ്രവിതാലക്ഷ്മി, അമൃത പഠിക്കാലും. അപ്പൊ പഠിക്കാലും ലക്ഷ്മിയും കൂടെ രമേശ് ചെന്നിത്തലയ്ക്ക് എന്തൊരു സന്തോഷം നോക്കി നമ്മുടെ ആൾക്കാർ അതിനകത്ത് കയറിയപ്പോ. ഓക്കെ, അപ്പൊ കേൾക്കാമോ നിങ്ങൾക്ക്? പ്രവിതാലക്ഷ്മി ആൻഡ് അമൃത പഠിക്കാൽ, നിങ്ങളെ വിവരങ്ങളൊക്കെ നാട്ടുകാരോട് പറയൂ. ഇല്ല, ഇപ്പൊ എന്നോടൊപ്പം ഇപ്പൊ ഞാനാണ്. അതെ അതെ, മണ്ഡലം ചുറ്റി മഹിളകളുമായി ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. എന്നോടൊപ്പം ശ്രീ രമേശ് ചെന്നിത്തല കൂടി ചേരുന്നുണ്ട്. ഹരിപ്പാട് മണ്ഡലത്തിലൂടെയുള്ള അദ്ദേഹത്തിന്റെ വാഹന പര്യടനം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയമായി ഇത് തുടങ്ങിയിട്ട്. ഇതാ ഇപ്പോൾ അദ്ദേഹം ഈ ഇവിടുത്തെ വോട്ടർമാരെ നേരിട്ട് കാണാനായി എത്തിയിരിക്കുകയാണ്. ഡൽഹിയിലെ വലിയ ചർച്ചയ്ക്കൊക്കെ ശേഷമാണ് അദ്ദേഹം ഇന്ന് എത്തിയിരിക്കുന്നത്. നമസ്കാരം സർ. അപ്പൊ വീണ്ടും ഒരു അംഗത്തിന് കൂടി വീണ്ടും ഒരു അംഗത്തിനും കൂടി ഇറങ്ങുകയാണ്. പാർട്ടി തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഈ എൻ്റെ നിയോജകമണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഈ റോഡ് ഷോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു കടപ്പുറമാണ്. ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ, ഇത് രണ്ട് കടൽ മേഖലയാണ്. അപ്പോൾ ഇവിടുത്തെ ജനങ്ങളെ കാണുക ആദ്യത്തെ പരിപാടി. അതെ, തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി മുന്നിട്ട് നിൽക്കുന്നത് ഇവിടുത്തെ വികസനം തന്നെയാണ്. ഇപ്പോൾ അല്പസമയം മുൻപ് LDF സ്ഥാനാർത്ഥിയുമായി സംസാരിച്ചപ്പോൾ അവർ പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണം വികസന മുരടിപ്പാണ് എന്നുള്ളതാണ്. മാത്രമല്ല, കിഫ്ബിയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. അങ്ങ് കിഫ്ബിയെ എതിർത്തിരുന്ന ആളാണ്, പക്ഷേ അതിന്റെ ക്രെഡിറ്റ് ഒക്കെ അങ്ങ് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വലിയ ആരോപണമൊക്കെയാണ് അവർ ഉന്നയിക്കുന്നത്. ഞാൻ ഇന്നലെ അല്ലോ ഇവിടെ MLA ആയത്. ഞാൻ കുറേ കാലമായല്ലോ. പിന്നെ പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് ഇതൊക്കെ തോന്നും. ഇവിടെ ഈ നാട്ടിൽ നടത്തിയ വികസനത്തിനപ്പുറം വേറെ ഒരു മണ്ഡലത്തിനും നടന്നിട്ടില്ല. അത് ഞാൻ മന്ത്രിയായിരുന്നപ്പോഴും, ഞാൻ MLA ആയിരുന്നപ്പോഴും, ഞാൻ നേരത്തെ 87-ൽ മന്ത്രിയായിരുന്നപ്പോഴും ഒക്കെ ഉണ്ടായ വികസനമാണ് ഇവിടെ. ഇപ്പം പിന്നെ വികസനം നടന്നില്ലെങ്കിൽ അത് ഈ ഗവൺമെൻറ് കുറ്റം കൊണ്ടാണ്. അത് അദ്ദേഹം സമ്മതിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഒരു പ്രതിപക്ഷ MLA-യുടെ മണ്ഡലത്തിൽ വികസനം വേണ്ട എന്ന് ഗവൺമെൻറ് തീരുമാനിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ എൻ്റെ മണ്ഡലത്തിലെ വികസനം തടയാൻ ഒരു ഗവൺമെൻറ്റും കഴിയില്ല എന്ന് ഞാൻ കഴിഞ്ഞ 10 വർഷം തെളിയിച്ചതാണ്. ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും കഴിഞ്ഞ 5 വർഷവും ഏറ്റവും കൂടുതൽ വികസന മണ്ഡലം ഹരിപ്പാട് തന്നെയാണ്. പ്രതിപക്ഷ MLA. അതോടൊപ്പം തന്നെ കോൺഗ്രസിലുണ്ടായിരിക്കുന്ന ചില പ്രശ്നങ്ങൾ മാത്രമല്ല, ഈ സമീപ മണ്ഡലത്തിൽ കുറെ കോൺഗ്രസ് പ്രവർത്തകർ രാജിയിലേക്ക് നീങ്ങുന്നു. ഇതൊക്കെ അങ്ങ് എന്തായാലും അറിഞ്ഞിട്ടുണ്ടാകും. സമീപ മണ്ഡലത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, വിമത സ്ഥാനാർത്ഥി ഉണ്ടാകുന്നു. ഇവിടെ ഒരു വിമത സ്ഥാനാർത്ഥി ഇല്ല, ഒന്നുമില്ല. ഇവിടെ കോൺഗ്രസ്സുകാരിലെ ഒറ്റക്കെട്ടാണ്. കുട്ടനാട്ടിലെ എനിക്കറിയില്ല, അത് ഏർപ്പാടിന്റെ ഭാഗമല്ലല്ലോ. അതൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കും. അതോടൊപ്പം തന്നെ അതെ, അദ്ദേഹത്തെ കാണാൻ പ്രവർത്തകർ എത്തിച്ചേരുകയാണ്. അദ്ദേഹത്തെ ഷോൾ അണിയിക്കുകയാണ്. അങ്ങനെ ഈ ഹരിപ്പാട് മണ്ഡലത്തിലെ ഇവിടുത്തെ ജനങ്ങളുടെ സ്നേഹം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ വാഹനജാഥ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഹരിപ്പാടിനെ സംബന്ധിച്ച് ഇവിടുത്തെ ജനങ്ങൾക്ക് അദ്ദേഹം ഏറെ സുപരിചിതനാണ്. അതിനിടയിൽ ചോദിച്ചത് കുട്ടനാട് മണ്ഡലത്തിലെ കുട്ടനാട് സീറ്റ് വേണമെന്നൊരു ആവശ്യം കോൺഗ്രസ് ശക്തമായിട്ട് ഉന്നയിച്ചിരുന്നു. അതിനകത്ത് അനിൽ ബോസിന് അവിടെ മത്സരിക്കാനുള്ള താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അനിൽ ബോസ് വളരെ ശക്തമായിട്ട് കുട്ടനാട് സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണം എന്ന ആവശ്യം ഉണ്ടായിരുന്നു. അതിലൊക്കെ വലിയ പ്രതിഷേധം ആ സീറ്റ് അതിൽ കോൺഗ്രസ്സുകാർക്കുണ്ട്. മാത്രമല്ല, പേയ്മെന്റ് സീറ്റ് ആരോപണമാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിരിക്കുന്നത്. വൈസ് പ്രസിഡന്റ്, അവിടുത്തെ DCC വൈസ് പ്രസിഡന്റ് മാധ്യമങ്ങൾ സംസാരിച്ചു, രാജിവെച്ച് അത് വിമതമായിട്ട് മത്സരിക്കാൻ പോവാം. അദ്ദേഹം പൊട്ടിക്കറിയുകയും ചെയ്തു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.